എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം. എനിക്ക് ഇന്നൊരു ചെറിയൊരു പ്രശ്നം രമേശ് ചേട്ടനോട് പറയാനുണ്ട്. രമേശ് ചേട്ടനെ ഇവിടെ ഒരാൾ പറ്റിക്കുന്നുണ്ട് കേട്ടോ. രമേശ് ചേട്ടനെ ശരിക്കും, അതായത് പുള്ളി ആള് ഭയങ്കര ഉടായിപ്പാണ്. നിങ്ങളുടെ ടീമിലുള്ള ആളാണ്, ഭയങ്കര ഉടായിപ്പാണ്. ഒരു മിനിറ്റ് എന്ത്. അപ്പോൾ രമേശ് ചേട്ടാ കാര്യം പറയട്ടെ. ഇവിടെ ഒരു മാമനോ ആരുണ്ടല്ലോ ഇവിടെ, ഒരു കേശവൻ മാമനുണ്ട്. കേശവൻ എന്നുള്ളതാണ് പുള്ളിയുടെ പേര്. മാമെന്ന് നാട്ടുകാർ വിളിക്കണതാ പുള്ളി. സംഭവം എന്താണെന്നറിയാമോ? അതായത് ഈ പുള്ളിക്ക് ചെറിയ ബ്രോക്കർ പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ ഭയങ്കര ദൈവവിശ്വാസമൊക്കെ ഉള്ള വീട്ടിലായതുകൊണ്ടിട്ട് അച്ഛനമ്മയും കൂടി ഒരു കണിയാൻ ഈ ജ്യോത്സ്യന്മാരെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു 29 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്യോത്സ്യർ ഈ ഇദ്ദേഹത്തോട് കണക്ട് ചെയ്തു. ഇവരെന്നെ കൊണ്ടുപോയി പെണ്ണ് കാണിച്ചു. ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് എന്നെ വിൽക്കണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. അങ്ങനെ വീടാന്തരം കയറി ചായ കുടിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പേ കാക്കനാട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടീനെ കണ്ടു. ചുറ്റുപാട് സാഹചര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മക്കളെ എന്താണ് പേര്? ചേട്ടാ എൻ്റെ പേര് വിചിത്ര ജീവി എന്നാണ്. ഞാൻ ചോദിച്ചു വിചിത്ര ജീവി. അപ്പോൾ പറഞ്ഞു വിചിത്ര എന്നുള്ളത് എൻ്റെ പേരും ജീവി എന്ന് അച്ഛൻ്റെ പേരുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജീവി, അച്ഛനെന്ന് പറഞ്ഞ ജീവി വന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 3 ലക്ഷം രൂപയ്ക്ക് എന്നെ അവർക്ക് വിറ്റു. ഞങ്ങൾ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങി. ഇവിടെയൊന്നും അല്ല പ്രസാദേട്ട പ്രശ്നം ഉണ്ടായത്. ഈ ആദ്യരാത്രിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേറെ രീതി ചിന്തിക്കരുത്. ആദ്യരാത്രിയെ കുറിച്ച് പറയണ്ടേ രമേശിന്റെ? കുഴപ്പമുണ്ടോ ചോദിക്കുന്നത്? അല്ല, ആദ്യരാത്രിയും ഈ പെണ്ണ് കാണലും എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ കപടത നിറഞ്ഞ ഒരു 2 സീക്വൻസ് ആണ് ഇത്. കാരണം പറയുന്നതാണ് ഇവരുടെ മനസ്സിനകത്തുള്ള ഒന്നും ഉണ്ടാവില്ലേ പെണ്ണ് കാണൽ സമയത്ത്. ആണാണെങ്കിൽ എല്ലാം വേറെ ആയിരിക്കും, എക്സ്പ്രഷൻസും അഭിനയവും. പെണ്ണിന്റെ ഒറിജിനൽ ഒരിക്കലും പുറത്തു കൊണ്ടുവരില്ല. അപ്പൊ ഇവരുടെ ഒറിജിനൽ അല്ലാത്ത എന്താണോ അതാണ് പെണ്ണ് കാണൽ, അതാണ് ആദ്യരാത്രി. അപ്പോൾ ശരിക്കും അങ്ങനെ സംഭവിച്ചൊരു കാര്യത്തില്ല. ആദ്യരാത്രി അങ്ങനെ പെൺകുട്ടി എൻ്റെ അരികിലേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു, മോള് ഇരിക്കൂ, വിചിത്ര ജീവി അവിടെ ഇരിക്കൂ. ഇല്ല ചേട്ടാ ഞാൻ നിന്നോളാം, ചേട്ടൻ കാര്യം പറ. ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ പരിചയമുള്ളതാണ്, മോൾക്ക് പരിചയമില്ലെങ്കിലും കുഴപ്പമില്ല, മോളവിടെ ഇരിക്കൂ. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി. അപ്പോൾ അവളോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഇതിനും വേണ്ടി ഇതിൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. എന്താണ് ഇപ്പം എന്നെക്കുറിച്ച് അഭിപ്രായം? ചേട്ടനെക്കുറിച്ച് നല്ല അഭിപ്രായം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ടെൻഷൻ ആണെങ്കിൽ നമുക്ക് കിടന്നങ്ങ് ഉറങ്ങാം, റിലാക്സ് ചെയ്യാം. രാവിലെ മുതൽ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, കാര്യങ്ങൾ, ഫോട്ടോ എടുപ്പിനെ കുറിച്ച് പറയണ്ടല്ലോ. ആൾക്കാർ ക്യാമറയും തൂക്കി പുറകിൽ വരെ വരും. നമ്മുടെ മണിയറയുടെ തൊട്ട് ഫ്രണ്ടിൽ വരെ ക്യാമറ വെച്ചു. ഞാനത് കണ്ടുപിടിച്ചിട്ട് ആ ചെറുങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ശരി, എന്നാൽ എനിക്ക് വല്ലാത്ത ഉറങ്ങാനും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. അത്രയും ഒരു ടെൻഷനാണ് എന്നോട്. മോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ, A to Z കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിന് റിലാക്സേഷൻ കിട്ടും, നമുക്ക് നന്നായിട്ട് ഉറക്കം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ, അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ എൻ്റെ ഉറക്കം അന്ന് നഷ്ടപ്പെട്ടതാണ്. ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഈ പറഞ്ഞ ഉറക്കം, ഞാൻ ഉറക്കത്തിലേക്ക് വരാം. ഉറക്കം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്നൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാം രമേശ് ചേട്ടാ? കണ്ണിൻ്റെ താഴെ മൊത്തം കറുപ്പ് വീഴും. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉറക്കം നിൽക്കുമ്പോൾ കണ്ണിൻ്റെ താഴെ കറുപ്പ് വീണ് കൂട്ടുകാർ തന്നെ പറഞ്ഞു തുടങ്ങി, അനന്തഭദ്രത്തിൽ മനോർക്കെ ചെയ്യാനാണെന്ന് പോലും ചോദിച്ചു തുടങ്ങി. 2 സൈഡും കറുപ്പ്. അപ്പോൾ മേക്കപ്പാണ്, ഇപ്പോൾ അതൊക്കെ പോയി. അങ്ങനെ ഇത്രയും ഒരു ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു. കാരണം നമ്മളൊരു ഡോക്ടറെ കാണണമല്ലോ. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു സാർ ഞാൻ ഒരു പോള കണ്ണടക്കില്ല, ഞാൻ ഉറങ്ങത്തേ ഇല്ല എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ പ്രശ്നമായി രമേശ് ചേട്ടാ അത്. അതിൻ്റെ വാതൊക്കെ ഉറങ്ങുന്നൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളി മാറ്റി എന്നെ ഇപ്പം ജോലിക്ക് വെച്ചെന്നേ. സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഈ സെക്യൂരിറ്റികളിൽ എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി കളമശ്ശേരി ഭാഗത്ത് ഞങ്ങൾ പണ്ട് താമസിക്കുന്ന ഒരു ഹോട്ടലിലൊരു സെക്യൂരിറ്റി ഉണ്ട്. ഇദ്ദേഹം കിടന്നിട്ടൊരു 8-9 കൊതുകുതിരി ചുറ്റും വയ്ക്കും. നമ്മൾ ബോഡിക്ക് ചുറ്റും തേങ്ങ വയ്ക്കൂലേ, അതുപോലെ കൊതുകുതിരി വെച്ചിട്ട് ഇതിൻ്റെ ശ്വാസം വലിച്ചാൽ കിടക്കുന്നത്. അപ്പം ഭയങ്കര അബോധാവസ്ഥയാണ്. പുള്ളി അങ്ങനെ വേറൊരു ട്രാൻസിലോട്ട് പോവുക, അല്ലാതെ ഉറക്കമൊന്നും അല്ല. അതിന് ഉറക്കം നല്ല അതിൻ്റെ പേര്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് രാത്രി 2 മണി കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് ഇയാൾ വിളിച്ചാലും ഇയാൾ എണീക്കത്തില്ല. നമ്മൾ എന്നിട്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ ഇവിടെ എവിടെ ഹോസ്പിറ്റലിൻ്റെ നമ്പർ ഉണ്ടോ? ചേട്ടാ ഇവിടെ അടുത്ത വല്ല ഹോസ്പിറ്റലും ഉണ്ടോ? ഇങ്ങനെ കിടക്കും. നമ്മൾ എത്ര തീ പിടിച്ചാൽ പോലും ഇയാൾ എണീക്കത്തില്ല. ഇയാളിങ്ങനെ കിടക്കും. പക്ഷേ നമ്മൾ രാത്രി പൊടി ഉറങ്ങി കിടക്കുമ്പം ചെന്നിട്ട് ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും സ്മോൾ കിട്ടോ? പൈൻ്റെ കിട്ടുള്ളൂ, 120 2 കിട്ടും, തന്നാൽ ഞാൻ മേടിച്ചുകൊണ്ടുവരാം. അത് മാത്രം കേൾക്കാനുള്ള ചെവി വേണ്ടി 2 പുള്ളിക്ക് കൊടുക്കുകയും വേണം. ഈ 2 കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചോദിക്കാൻ മടിയാണ്. അവർ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരോട് അത് വേണമെന്ന് ചോദിക്കും. നമ്മൾ വേണമെന്ന് ചോദിക്കുന്നവരെ അവർ അതിനോടുള്ളൊരു താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും
എനിക്ക് ഡയറക്ടർ കണ്ണൻ താമരക്കുളം എൻ്റെ ഡയറക്ടറൊക്കെ കൂടെ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുമ്പം പാഷാണ ഷാജിയെ കൊണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പം അന്ന് ഏതോ ഒരു വിദേശ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാഷാണ ഷാജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാഷാണ ഷാജിക്ക് പട്ടികളുടെ ബിസിനസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വിദേശ കുപ്പി വന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹോട്ടലിലെ ഒരു വെയിറ്റർ പുള്ളിയുണ്ട്. പുള്ളി ഇങ്ങനെ വന്ന അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറ്റി വീഴുന്നുണ്ട്. പിന്നെ എന്നാണ്ട് കഴിക്കാൻ എന്തായാലും എടുക്കണോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി പുള്ളിക്ക് ഒരെണ്ണം വേണം. അതാണ് പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പം നമുക്ക് മിണ്ടാൻ പറ്റാതായി. പുള്ളി ഇങ്ങനെ നിൽക്കുക, പുള്ളിനെ പറഞ്ഞപ്പെടണം. അപ്പോൾ ഒരെണ്ണം കൊടുത്താൽ പുള്ളി പോകുന്ന ഓർത്തിട്ട് ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളി പോകുന്നതിന് പകരം പുള്ളി പതുക്കെ അവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ നമുക്ക് അബദ്ധമായി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വേണേ പൊക്കോ ഇപ്പോൾ പറഞ്ഞു. പുള്ളി പറഞ്ഞു അല്ല, എനിക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ വർത്താനമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സിനിമയുടെ കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ട്, ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. പുള്ളി ഇരുന്നോളാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ പാഷാണ ഷാജി ഒരു പൂച്ചയെ പറ്റി പറഞ്ഞു. അയാളുടെ വീട്ടിലുള്ള ഒരു പൂച്ചയെ പറ്റി പറഞ്ഞു. ഉടനെ ഇയാൾ ചാടിക്കറി പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിലുണ്ടൊരു പൂച്ച, അയ്യോ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ ഗേറ്റിൻ്റെ കാത്തു നിൽക്കും, ഞാൻ അകത്ത് എന്ന് ഭക്ഷണം കഴിക്കുമ്പം കാലേ വന്ന് ഇങ്ങനെ ഉരുമി നിൽക്കും, ഞാനൊരു മീനിൻ്റെ തലയിട്ട് കൊടുക്കും, അതും തിന്നുകൊണ്ട് പോയിട്ടേ കിടക്കത്തുള്ളൂ, ഞാൻ ഈ മീൻ തല കൊടുത്തില്ലെങ്കിൽ ഈ പൂച്ച പോയി കിടക്കത്തില്ല, എല്ലാ ദിവസവും ഞാൻ ചെല്ലും, മീൻതല കൊടുക്കും, പൂച്ച തിന്നും, ഞാനിത് ഇതേപോലെ ഏത് കോടതിയിൽ വേണമെങ്കിലും പറയാൻ സാറേന്ന്. ഇയാള് പൂച്ച മീൻ തിന്നുന്ന കാര്യം എന്തിനാ കോടതി പറയുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് 2 ദിവസം ഞങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തിനാ കോടതി പറയുന്നതെന്നുള്ളത്. ഒരു ക്ലൈമാക്സ് പുള്ളിയുടെ വക കോടതിയിൽ പറയാൻ. അതാണ് ഇതിന്റെ പവർ. അതാണ് ഈ സാധനത്തിന്റെ ബാക്കിയൊക്കെ പുള്ളിയുടെ അനുഭവമാണ്. ഇതിന്റെ പവർ കോടതി കിടക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസാദം പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാൻ പോകുന്നതും അതൊക്കെ എല്ലാവരും അവരവരുടെ എന്താ പറയുക മോശം വശങ്ങളൊക്കെ മാറ്റി നല്ല വശങ്ങൾ മാത്രമേ വെളിയിൽ കാണിക്കുള്ളൂ. ശരിക്കും അതിനെ നമുക്ക് ഉപമിക്കാവുന്നത് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് പോലെയാണ് രമേശ് ചേട്ടാ. നമ്മളൊരു പ്രോഡക്റ്റ് കാണിക്കും, അതിൻ്റെ പടം കാണിക്കും, നമ്മളത് പൈസ കൊടുത്ത് ഓർഡർ ചെയ്യും, വീട്ടിൽ വരുന്ന പൊതിക്കകത്ത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു സാധനമായിരിക്കും. അത് കറക്റ്റായിട്ട് ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മാമൻ എനിക്ക് അയാളോട് ദേഷ്യം തോന്നുന്ന കാര്യം പറയാം. അയാൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മാമ ഈ പെണ്ണ് എങ്ങനെയുണ്ട്, എങ്ങനെ നല്ല മിടുക്കിയാണോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നല്ല കുട്ടിയാണോ, നല്ല പത്തരമാറ്റ് പൊന്നാണെന്ന് പറഞ്ഞു. 10 മാറ്റ് പൊന്നാണ് നീ കാണാൻ പോണ പെണ്ണ്, നീ കെട്ടാൻ പോണ പെണ്ണെന്ന് പറഞ്ഞു. പക്ഷേ ലൈഫിൽ എനിക്ക് ഇപ്പോഴാണ് പുള്ളി പറഞ്ഞ എന്നാന്ന് മനസ്സിലായി. എന്നാന്നറിയാം ചേട്ടാ, പുള്ളി അന്ന് ഉദ്ദേശിച്ചില്ലേ 10 മാറ്റ് പെണ്ണെന്ന്. ഇവള് 10 മാറ്റ് പൊന്നായോണ്ടല്ല നാട്ടുകാർ ഉരച്ചു നോക്കിയിട്ട് എന്നെ തന്നു വിട്ടത്. സോ ഇത്രയും ടെൻഷനൊക്കെ വരുമ്പോൾ ആരായാലും ചിലപ്പം ഇത്തിരി സ്മോളൊക്കെ കഴിച്ചു പോകും. മദ്യവും ഭാര്യയും തമ്മിൽ ഒരു ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. എന്താണെന്ന് രമേശ് ചേട്ടന് അറിയാവോ? ഇല്ല. ചേച്ചിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കറിയില്ല. 2 ഓവറായാൽ തലയ്ക്ക് പിടിക്കും ചേട്ടാ. 2 ഓവറായി കഴിഞ്ഞാൽ പെണ്ണ് ഓവറായി കഴിഞ്ഞാൽ അവള് ഇപ്പോൾ തലയ്ക്ക് പിടിക്കും. പക്ഷേ ഇപ്പം ഞാൻ വന്നത് ഒരു വലിയൊരു പ്രശ്നം പറയാനാണ്. അതൊന്നെങ്കിലും രമേശ് ചേട്ടനും കൂടെ പറഞ്ഞ് തീർത്ത് തരണം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടത്തിയ ആ മാമയൊന്നും ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മക്കളെ ഞാനൊരു കാര്യം ചെയ്യാം, അപ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 എണ്ണം അടിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴത്തേക്കിന് ഞാൻ ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. ന്യായമല്ല, അതിനകത്ത് എന്താ പ്രശ്നം? ന്യായമായ കാര്യമാണെന്നേ. പക്ഷേ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ 2 എണ്ണം അടിച്ചിട്ട് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ 10 എണ്ണം അടിച്ചിട്ട് വെളുപ്പിനെ 2 മണിക്കാണ് ചേട്ടാ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പക്ഷേ അതിൻ്റെ കുഴപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ ഓളും കൂടെ ഭയങ്കര തർക്കമായി. ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടേക്കിട്ട് തർക്കമായി. ഞാൻ ചിരവയെടുത്ത് അവളെ അടിച്ചു കേട്ടോ. ആള് മരിച്ചു പോകത്തില്ലേ? മരിച്ചു പോകില്ലേ? മരിച്ചു എങ്കിൽ ഞാൻ അവിടെ വരത്തില്ല. അതേ ചിരവയായിട്ട് അവൾ എന്നെ തല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ പൊക്കോട്ടെ രമേശ് ചേട്ടാ. കല്ലുവാതുക്കൽ മദ്യ ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷം ഈ വാറ്റ് എന്ന് പറയുന്ന സംഭവം കുടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ ട്രൂപ്പിലൊരുത്തനുണ്ട്, പുള്ളി ഇതിലൊരു ഇച്ചിരി സീനിയറാണ്. അപ്പം നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ പേര് പറയില്ല അല്ലേ? പേര് പറയില്ല. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയും ചീത്ത കേട്ടോ, ചാത്ത സാധനം എന്നൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ അറച്ചു മാറും. പുള്ളിക്ക് തന്നെ അടിക്കാൻ വേണ്ടിയാ. കിട്ടിയ വഴി ഇത് അറപ്പിക്കും പുള്ളി എല്ലാവരും. അപ്പോൾ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ അവർ ഒരു വാറ്റ് കൊണ്ടു തന്നു. അപ്പോൾ വാറ്റ് കൊണ്ടു തന്നപ്പോൾ ഞങ്ങളൊക്കെ പിള്ളേരാണ്, ഇത് എങ്ങനെ അടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം വാറ്റിൽ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്നുള്ള വിഷയം ഒരു ചർച്ചയായി. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിൽ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒരു ഗ്ലാസ് എടുത്തിട്ട് വാറ്റിൽ തെളിനീർ കണ്ണുനീർ പോലെയുള്ള സാധനത്തിൽ വെള്ളം ചേർക്കണോ എന്ന് എന്നോട് ചോദിക്കുന്നു. മക്കളെ, ഞാൻ ആദ്യം കുടിച്ചിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾ വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർക്കാം. അഞ്ഞു വെള്ളപ്പാട്ടി കത്തിപ്പോയിട്ടേ ഭയങ്കര അഹങ്കാരമായിട്ട് വന്നതാ. കലാമൂല്യം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 മണി 3 മണി. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഓട്ടോറിക്ഷ അല്ലാതെ വേറെ വഴിയില്ല.
അപ്പോൾ ആ സമയത്ത് നിരന്ന് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വന്ന് ഓട്ടോറിക്ഷക്കാരനെ വിളിക്കും, നല്ല ഉറക്കമായിരിക്കും പുള്ളി. അപ്പോൾ ഞാൻ വന്ന് വിളിക്കും, ഹലോ പോവോ പുള്ളി. അപ്പോൾ ഈ ഇങ്ങനെ തന്നെ ഞാൻ കിടക്കണ്ടാവും. ഞാൻ വന്ന് വിളിക്കും, ഓ ഹലോ ഹലോ, അനങ്ങൂല. ഒന്നുകൂടെ വിളിക്കും, തട്ടി വിളിക്കും, ഹലോ പോവോ. ഉടൻ തന്നെ ഞാൻ ശബ്ദം മാറ്റിയിട്ട് ഹലോ ഓട്ടോറിക്ഷ ഒന്ന് പോവോ, ചാടി എഴുന്നേക്കും പുള്ളി. ഞാൻ പിന്നീടേട്ടാ എന്തോ ആ പാവം ചേച്ചിയെ കുറിച്ച് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? തമാശക്ക് വേണ്ടി മാത്രം. തമാശക്ക് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രമേശൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലോറ് എപ്പോഴും കാണുന്നവർക്കും വരുന്നവർക്കെല്ലാം സന്തോഷിക്കാനുള്ളതായതുകൊണ്ട് കേവലം തമാശയ്ക്ക് വേണ്ടിയാണ്, ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞതല്ല. വെറുതെ തമാശയ്ക്ക് വേണ്ടി മാത്രം എടുത്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. ശരി ശരി. അപ്പൊ പെർഫോമൻസ് ഗംഭീരമായി അല്ലേ? അതെ അതെ, കുടുംബജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം നോളജ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഫൺസപ്പോണ ടൈമിൽ ഫൺ തീരെ കുറവല്ലെന്ന് മനസ്സിലായാലോ? ഈ ഫൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഡേ ബൈ ഡേ. നമ്മൾ കൂടുതൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ കൂടെ കാണാം. അൻറ്റിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഡയന.